കൊല്ലം ലോക്സഭാ മണ്ഡലം കുണ്ടറ നിയോജകമണ്ഡലം കൺവെൻഷൻ കേരള കോൺഗ്രസ് നേതാവ് ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. UDF സ്ഥാനാർത്ഥികൾക്ക് മോദി ഭയം, BJP ഭയമെന്ന് ജോണി നെല്ലൂർ. തന്റെ എതിർ സ്ഥാനാർത്ഥി മോദി സ്തുതി പാടുന്നത് EDയെ ഭയന്നാണോ എന്ന് സ്ഥാനാർത്ഥി M. മുകേഷ് MLA. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കരുതി ജനം 18 എംപിമാരെ തെരഞ്ഞെടുത്തു. ഒന്നും സംഭവിച്ചില്ല. 18 എംപിമാരും ജനങ്ങളെ ചതിച്ചും വഞ്ചിച്ചും നേടിയ സ്ഥാനങ്ങൾ കൊണ്ട് കേരളത്തിന് ഒരു ഗുണവും സൃഷ്ടിച്ചില്ലെന്നും മുകേഷ് MLA കുറ്റപ്പെടുത്തി. 18 എംപിമാർ UDFിലായിരുന്നു. കേരളത്തിലെ ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിച്ച് ചതിച്ച് വഞ്ചിച്ച് നേടിയ 18-19 സീറ്റെന്ന്. ഇവിടെ വയനാട്ടിൽ നിന്നുള്ള ഒരാൾ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു. അപ്പോൾ ബാക്കിയുള്ള മന്ത്രിമാരെല്ലാം വേണം. ഇവിടെ UDF മന്ത്രിമാര് വന്നെങ്കിൽ, എംപിമാര് വന്നെങ്കിൽ മാത്രമേ മന്ത്രിമാരാകാൻ പറ്റൂ. അങ്ങനെ ഓരോരോ പോർട്ട്ഫോളിയോ, അദ്ദേഹം ഇന്ന നേതാവ്, ഇന്ന MP, ധനകാര്യം, ഇന്ന MP എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഭൂരിപക്ഷം ആൾക്കാരും വിശ്വസിച്ചു. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ വന്നാൽ ഒരു ചാൻസ് കൊടുക്കാം. അതിദയനീയമായി ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത തരത്തിലുള്ള പരാജയം UDF ഏറ്റുവാങ്ങിയപ്പോൾ പശ്ചാത്തപിച്ച് കുറ്റബോധത്താൽ മലയാളി തലകുനിക്കുന്നു. UDF സ്ഥാനാർത്ഥികൾക്ക് മോദി ഭയം, BJP ഭയമെന്ന് ജോണി നെല്ലൂർ പറഞ്ഞു. കേരളത്തിന്റെ ആവശ്യം നിവർന്നു ചോദിക്കുവാൻ തന്റെ ഇടമില്ലാത്തവരാണ് UDF എന്നും ജോണി നെല്ലൂർ പറഞ്ഞു. ആ വിധത്തിലെ സ്ഥാനാർത്ഥികളെ ജനം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വലിയ പരാജയം കാണാം. രാജ്യത്തിനു വേണ്ടി, കേരളത്തിനു വേണ്ടി ശബ്ദിക്കുവാൻ മടി കാണിക്കാത്തവരാണ് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളെന്നും ജോണി നെല്ലൂർ ചൂണ്ടിക്കാട്ടി. രാജ്യത്തിനു വേണ്ടി ശബ്ദിക്കുവാൻ, കേരളത്തിനു വേണ്ടി ശബ്ദിക്കുവാൻ മടി കാണിക്കാത്ത ആളുകളാണ് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾ. മറുഭാഗത്തുള്ളവർ ഭയപ്പെട്ടു നിൽക്കുക. മോഡിയെ ഭയം, BJPയെ ഭയം, കേരളത്തിൻ്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുവാൻ, നിവർന്നു നിന്ന് ചോദിക്കാൻ തൻ്റെ ഇടമില്ലാത്തവർ. ആ വിധത്തിലുള്ള ആളുകളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വലിയൊരു പരാജയം നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. നോമ്പ് തുറക്കുള്ള സൗകര്യം വേദിയിൽ ഒരുക്കിയിരുന്നു. ചടയമംഗലം, ചാത്തന്നൂർ നിയോജക മണ്ഡലം കൺവെൻഷനുകളിൽ വൻ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. സ്ഥാനാർത്ഥിക്ക് ആവേശപൂർവ്വമായ സ്വീകരണം ലഭിച്ചു. കൈരളി ന്യൂസ്, കൊല്ലം.